ഷൈൻ ടോം ചാക്കോയുമൊത്തുള്ള അഭിമുഖത്തിനിടെ ഉണ്ടായ തർക്കത്തെ തുടർന്ന് അഭിമുഖത്തിൻ്റെ പകുതിക്ക് വെച്ച് ഇറങ്ങിപ്പോയതിൽ വിശദീകരണവുമായി നടി മെറീന മൈക്കിൾ. ഇൻസ്റ്റഗ്രാമിലൂടെയാണ് താരം വിശദീകരണവുമായി എത്തിയത്. നടന്ന അഭിമുഖം ഒരിക്കലും സ്ക്രിപ്റ്റഡ് അല്ലെന്നും തനിക്കുണ്ടായ ഒരു അനുഭവം അവിടെ തുറന്നു പറഞ്ഞതാണെന്നും നടി പറഞ്ഞു. നമ്മൾ നമ്മുടെ ഗതികേട് പറയുമ്പോൾ അത് കേൾക്കാൻ പോലും തയ്യാറാകുന്നില്ലെങ്കിൽ അവിടെ നിന്ന് എഴുന്നേറ്റ് പോവുകയല്ലാതെ വേറെ നിവൃത്തിയില്ലെന്നും മെറീന പറയുന്നു. നമസ്കാരം. വിവേകാനന്ദൻ വൈറലാണ് എന്ന സിനിമയുമായി ബന്ധപ്പെട്ട് ഞാൻ കൊടുത്ത ഒരു അഭിമുഖത്തിൻ്റെ ക്ലിപ്പാണ് നിങ്ങൾക്കിപ്പോൾ കാണിച്ചു തന്നത്. ഈ അഭിമുഖം ഓൺ എയർ വന്ന ശേഷം ഒരുപാട് കമൻറ്റുകൾ വന്നിരുന്നു. എന്താണ് സംഭവമെന്നറിയാനായി ഒത്തിരി പേർ വിളിക്കുന്നുണ്ട്. മിക്ക ആളുകളും കരുതിയിരിക്കുന്നത് ഇത് സ്ക്രിപ്റ്റഡ് ആണെന്നാണ്. ആദ്യം തന്നെ പറയട്ടെ, ഇതൊരിക്കലും സ്ക്രിപ്റ്റഡ് അല്ല. ഞാനിത് പ്രത്യേകിച്ചെടുത്ത് പറയുകയാണ്. ഇത് എനിക്ക് ഉണ്ടായ ഒരു അനുഭവം, എൻ്റെ ഒരു പ്രശ്നം ഞാൻ സംസാരിച്ചതാണ്. സിനിമ 19-ാം തീയതി റിലീസാണ്. അപ്പോൾ സിനിമയെ പറ്റിയുള്ള ചർച്ചയേക്കാൾ കൂടുതൽ വിവാദപരമായ ചർച്ചകൾ വരുമ്പോൾ അത് സിനിമയെ ബാധിക്കരുതെന്ന് കരുതിയാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. എനിക്ക് ഒരുപാട് വിഷമം നേരിടുകയും പ്രതികരിക്കാൻ പോലും പറ്റാതെ ഇറങ്ങിപ്പോയ ഒരു ഇൻ്റർവ്യൂ ആണത്. നിങ്ങൾക്കത് കണ്ടാൽ മനസ്സിലാകും ഞാൻ എന്താണ് പറയാൻ വന്നതെന്ന് പോലും അംഗീകരിക്കുന്നില്ലെന്ന് എനിക്ക് തോന്നി. അത് പറയുമ്പോൾ തന്നെ എനിക്ക് ബുദ്ധിമുട്ട് തോന്നുന്നുണ്ട്. ഈ അഭിമുഖത്തിന് താഴെ വന്നിരിക്കുന്ന കമൻസ് ഞാൻ ആണുങ്ങൾക്കെതിരെ പറഞ്ഞു, ഇവൾ ഫെമിനിസ്റ്റാണ്, വിക്ടിം കാർ പ്ലേ ചെയ്യുകയാണ് എന്നൊക്കെയാണ്. എല്ലാ ആണുങ്ങളും അങ്ങനെയാണെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. ഷൈൻ ടോം ചാക്കോ എൻ്റെ സുഹൃത്താണ്. ഞാൻ അദ്ദേഹത്തെ പോലുമല്ല പറഞ്ഞത്. ചില ആളുകൾ എന്ന വിഭാഗത്തിൽ വരുന്നത് ആണുങ്ങൾ ആയതുകൊണ്ട് ആണുങ്ങൾ എന്ന് പറഞ്ഞതേ ഉള്ളൂ. ഞാൻ പറഞ്ഞത് വ്യക്തിപരമായി ഏതെങ്കിലും അഭിനേതാവിനെയോ നിങ്ങൾക്കോ വിഷമമുണ്ടായിട്ടുണ്ടെങ്കിൽ ക്ഷമ ചോദിക്കുകയാണ്. എൻ്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടുള്ള ഒരുപാട് സംഭവങ്ങളിൽ 1-2 സംഭവം ഇങ്ങനെയാണ് എന്ന് പറഞ്ഞതാണ്. ഞാൻ അന്ന് പറയാൻ വന്ന വിഷയം ഇതാണ്. അന്ന് തിരുവനന്തപുരത്തെ ഒരു സിനിമയിൽ അഭിനയിക്കുകയാണ്. അന്ന് എനിക്ക് പീരിയഡ്സ് ആയിരുന്നു. ആ സമയത്ത് സ്വാഭാവികമായും നല്ലൊരു റൂം ഉണ്ടെങ്കിൽ പോലും അതിനൊപ്പം തന്നെ ബാത്റൂമും കൂടി വേണമെന്ന് നമ്മൾ ആഗ്രഹിക്കുമല്ലോ. അങ്ങനെ വേണമല്ലോ. ശാരീരികമായി നമ്മൾ അത്രയും ബുദ്ധിമുട്ടുന്ന സമയമാണത്. ആദ്യ ദിവസം എനിക്ക് തന്ന റൂമിൽ നല്ലൊരു ബാത്റൂം പോലുമില്ല. പക്ഷേ പ്രധാന കഥാപാത്രങ്ങൾ ചെയ്യുന്ന 1-2 പുരുഷ അഭിനേതാക്കൾക്ക് അവർ കാരവൻ കൊടുത്തിട്ടുണ്ട്. ആ താരങ്ങളോട് ഞാൻ പറഞ്ഞു, ചേട്ടാ ഇങ്ങനെയാണ് കാര്യം, ഭയങ്കര ബുദ്ധിമുട്ടാണ് എന്ന് പറഞ്ഞപ്പോൾ മനസ്സലിവ് തോന്നി. അദ്ദേഹം പറഞ്ഞു, നീ ഈ കാരവൻ ഉപയോഗിച്ചോളൂ, കുഴപ്പമില്ല. പക്ഷേ അത് അവർക്ക് കൊടുത്തതായതുകൊണ്ട് കംഫർട്ടബിളായി തോന്നിയില്ല. ആ വ്യക്തികൾ നല്ല രീതിയിലാണ് എന്നോട് പെരുമാറിയത്. അതുകൊണ്ട് അവരുടെ പേരെടുത്ത് പറയുന്നത് അവർക്ക് നെഗറ്റീവ് ആകുമെന്നുള്ളത് കൊണ്ടാണ് പേര് പറയാത്തത്. ഒരു സംഭവം മാത്രമല്ല ഞാൻ പറയുന്നത്. വിവേകാനന്ദൻ വൈറലാണ് എന്ന സിനിമയുടെ സെറ്റിൽ തന്നെ ഷൈൻ അന്വേഷിച്ചു, ഇവർക്ക് നല്ല കാരവൻ കൊടുത്തില്ലേ എന്ന്. അങ്ങനെ ചോദിക്കേണ്ട അവസ്ഥ തന്നെ ഉണ്ടാവുകയാണ്. അപ്പോൾ തന്നെ മനസ്സിലാകും അത് അവർക്ക് കൊടുത്തിട്ടുണ്ടോ ഇല്ലേ എന്നുള്ളത് സംശയമാണ്. പക്ഷേ ഞാൻ ഒരു സെറ്റിൽ ചെന്നാൽ ഷൈൻ ടോമിനോ മറ്റു പുരുഷന്മാർക്കോ നല്ലൊരു കാരവനാണോ കൊടുത്തത് എന്ന് ചോദിക്കേണ്ടി വരില്ല. ആ സിനിമയുടെ സെറ്റ് വളരെ കംഫർട്ടബിൾ ആയിരുന്നു. ഭക്ഷണവും താമസവും എല്ലാം വളരെ നല്ലതായിരുന്നു. എപ്പോഴും സേഫായി ഇരിക്കാൻ ഞാൻ ആഗ്രഹിക്കാറുണ്ട്. തിരുവനന്തപുരത്തെ ഷൂട്ടിംഗ് നടന്ന ആ സമയത്ത് ഒരു ബാർ ഹോട്ടലിലാണ് താമസ സൗകര്യം തന്നത്. എന്നും ഷൂട്ട് കഴിഞ്ഞ് വരുമ്പോൾ ഹോട്ടലിന് താഴെ മുഴുവൻ കള്ളു കുടിച്ച ആളുകളാണ്. അസിസ്റ്റന്റ് വേറെ ഹോട്ടലിലാണ് താമസിക്കുന്നത്. ഹോട്ടലിന് മുന്നിലെത്തിയാൽ ഞാൻ ഇറങ്ങി ഓടുമെന്നാണ് ഡ്രൈവർ ചേട്ടനോട് പറഞ്ഞത്. അശ്വിൻ എൻ്റെ അസിസ്റ്റൻ്റാണ്. ഞാൻ അവനോട് പറഞ്ഞു, ഞാൻ ഓടി അകത്ത് കയറും, എന്തെങ്കിലും ഉണ്ടെങ്കിൽ വിളിച്ചു പറഞ്ഞാൽ മതി എന്ന്. പിന്നെ ഞാൻ പുറത്ത് ഇറങ്ങിയിട്ടേയില്ല. കാരണം താഴെ നിറച്ച ആളുകളാണ്. ഭക്ഷണം ഓർഡർ ചെയ്യാൻ തോന്നിയാൽ അതിന് താഴെ പോകാൻ പോലും സാധിക്കില്ലായിരുന്നു. ഒടുവിൽ ഞാൻ ക്രൂവിനോട് ബാർ അടുത്തില്ലാത്ത ഒരു ഹോട്ടലിലേക്ക് താമസം മാറ്റി തരുമോ എന്ന് ചോദിച്ചു. ബ്രേക്കിന് ഞാൻ കൊച്ചിയിൽ വന്ന് തിരിച്ചു പോയപ്പോഴും ഇത് തന്നെ അവസ്ഥ. റൂമില്ലെന്നാണ് അവർ പറയുന്നത്. അവസാനം ഞാൻ തന്നെ നല്ലൊരു ഹോട്ടലിൽ വിളിച്ച് അത് മേടിച്ചെടുത്തു. ഞാൻ ഇങ്ങനെ ഒരിടത്ത് താമസിച്ചിട്ട് നാളെ ആരെങ്കിലും കയറി പിടിച്ചുവെന്നൊരു പരാതി പറഞ്ഞാൽ അവരെന്താ ചോദിക്കുക?
നിങ്ങൾ വേണമെങ്കിൽ ചോദിച്ച് മേടിക്കണമായിരുന്നു എന്നായിരിക്കും. അതിനു വേണ്ടിയാണ് ഞാൻ ഫൈറ്റ് ചെയ്തത്. ഇങ്ങനെയൊക്കെ ചെയ്യേണ്ടി വരുന്നതിൻ്റെ ഗതികേടും ബുദ്ധിമുട്ടും ഒക്കെയാണ് ഞാൻ സംസാരിച്ചത്. അല്ലാതെ ആണുങ്ങൾ എല്ലാവരും എന്നോട് ഇങ്ങനെ പെരുമാറി എന്നല്ല. എന്നോട് മാന്യമായും നല്ല രീതിയിൽ പ്രവർത്തിച്ച ഒരുപാട് പേരുണ്ട് സിനിമയിൽ തന്നെ. ഞാനും സ്വാസികയും കൊടുത്ത ഒരു അഭിമുഖത്തിൽ സ്വാസിക അവരുടെ ഒരു അനുഭവം പറഞ്ഞിരുന്നു. ഒരു ഫീമെയിൽ ആർട്ടിസ്റ്റ് കാരവൻ യൂസ് ചെയ്യാൻ സമ്മതിച്ചില്ല. അന്നൊരു പുരുഷ താരമാണ് കാരവൻ ഉപയോഗിക്കാൻ കൊടുത്തതെന്ന്. ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നുണ്ട്. ഇതൊന്നും പുറത്തു വരുന്നില്ല. എന്തെങ്കിലും പറഞ്ഞാൽ ഫെമിനിസ്റ്റ് ആണെന്ന് പറയും. ഇത് ഫെമിനിസം അല്ല, ഒരുതരം ഗതികെട്ട അവസ്ഥയാണ് എന്നാണ് എനിക്ക് പറയേണ്ടി വരുന്നത്. നമ്മൾ നമ്മുടെ ഗതികേട് പറയുമ്പോൾ അത് കേൾക്കാൻ പോലും തയ്യാറാകുന്നില്ലെങ്കിൽ അവിടെ നിന്നും എഴുന്നേറ്റ് പോവുകയല്ലാതെ വേറെ നിവർത്തിയില്ല. ഞാൻ ഭയങ്കര ബോൾഡാണ് എന്ന് പറഞ്ഞ് ഫേക്ക് ചെയ്ത് മടുത്തു. ഞാൻ അത്ര ബോൾഡൊന്നും അല്ല, ഭയങ്കര സെൻസിറ്റീവാണ്. എൻ്റെ വീട്ടുകാരുടെ പ്രാർത്ഥന കൊണ്ടോ എൻ്റെ ഒരു ധൈര്യം കൊണ്ടോ ആണ് ഞാൻ അതിജീവിച്ചു പോകുന്നത്. ആൾക്കാരോട് മോശമായി സംസാരിക്കരുതെന്ന് കരുതി ഞാൻ തന്നെ ക്രിയേറ്റ് ചെയ്തെടുത്ത പേഴ്സണാലിറ്റിയിലാണത് ഞാൻ ജീവിക്കുന്നത്. അത് ഒത്തിരി എനിക്ക് സഹായകമായിട്ടുണ്ട്. ഒരു അഭിമുഖം സ്ക്രിപ്റ്റഡ് അല്ല. ഇപ്പോൾ ഞാൻ കരയുന്നത് എന്തിനെന്ന് ചോദിച്ചാൽ എനിക്കിതിവിടെ എങ്കിലും പറയണം. സംസാരിച്ചു തുടങ്ങുമ്പോഴേക്കും ഞാൻ കരയും. ഇത് ഭയങ്കര വിവാദമാവുകയാണ്. ഒരുപാട് കോളുകളും വരുന്നു. എനിക്കൊരു മറുപടി പറഞ്ഞേ പറ്റൂ എന്നുള്ളത് കൊണ്ടാണ് പറയുന്നത്. പണ്ട് കാരവനില്ലാതെ ഉർവശി, ശോഭന ചേച്ചി തുടങ്ങിയവരൊക്കെ സെറ്റിൽ നിന്നും ബെഡ്ഷീറ്റൊക്കെ വിരിച്ച് വസ്ത്രം മാറിയിട്ടുണ്ട് എന്നൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട്. പക്ഷേ ഏതെങ്കിലും സെറ്റിൽ ഇന്ന് ഞാൻ അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ അടുത്ത സെറ്റിൽ ചെല്ലുമ്പോൾ പറയും അതിന് റൂമൊന്നും കൊടുക്കേണ്ട, ബെഡ്ഷീറ്റ് വലിച്ചു കെട്ടിയാണെങ്കിലും ഡ്രസ്സ് മാറിക്കോളും. അതുകൊണ്ടാണ് ചെറിയ കാര്യങ്ങൾ വരെ നമ്മൾ ചോദിച്ചു വാങ്ങുന്നത്. ഇതാണ് ഞാൻ അഭിമുഖത്തിൽ പറയാൻ വന്നത്. പക്ഷേ ഞാൻ ഉദ്ദേശിച്ചതുപോലെ അത് നടന്നില്ല. അത് വേറെ രീതിയിലേക്കുള്ള വിവാദങ്ങളിലേക്ക് കൊണ്ടുപോകരുത്. സിനിമയിലുള്ളവരോടൊക്കെ ഞാൻ സംസാരിച്ചിട്ടുണ്ട്. കമൽ സാറിനോടും ഷൈനോടൊപ്പമുള്ളവരോടും ഞാൻ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഇങ്ങനെയാണ് ഞാൻ ഉദ്ദേശിച്ചത് എന്ന്. 8 വർഷമായി ഞാൻ സിനിമയിൽ വന്നിട്ട് തോൽക്കാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല. എൻ്റെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകണം. എന്നെ ആശ്രയിച്ച് കഴിയുന്ന കുറച്ച് പേർ വീട്ടിലുണ്ട്. വീഡിയോ കാണുമ്പോൾ ഞാൻ ഇങ്ങനെ ഒരു അവസ്ഥയിലാണെന്ന് അവർക്ക് മനസ്സിലാകുമായിരിക്കും. ഞാൻ ഇതുവരെ അങ്ങനെ കാണിച്ചിട്ടില്ല. എൻ്റെ അപ്പച്ചൻ മരിച്ചപ്പോൾ പോലും ഞാൻ കരഞ്ഞിട്ടില്ല. സിനിമയോട് പാഷൻ തോന്നി ഒട്ടും സപ്പോർട്ട് ഇല്ലാതെ വരുന്നവർ അനുഭവിക്കേണ്ടി വരുന്ന കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞത്. എന്നെങ്കിലും ഒരു നല്ല കാലം വന്നാൽ ഞാൻ അത് ആസ്വദിക്കുമായിരിക്കും, മെറീന പറഞ്ഞു. ആഴ്ച തിയേറ്ററിൽ എത്തുന്ന കമൽ ചിത്രം വിവേകാനന്ദൻ വൈറലാണ്. ചിത്രത്തിൻ്റെ പ്രൊമോഷൻ്റെ ഭാഗമായി ഒരു ചാനലിന് നൽകിയ അഭിമുഖത്തിനിടെ മെറീന ഇറങ്ങിപ്പോയത് ചർച്ചയായിരുന്നു. ഒരു സിനിമയുടെ ലൊക്കേഷനിൽ പുരുഷന്മാർക്ക് കാരവൻ നൽകിയപ്പോൾ താനടക്കമുള്ള സ്ത്രീകൾക്ക് ബാത്റൂം സൗകര്യം പോലും ഇല്ലാത്ത മുറിയാണ് നൽകിയതെന്ന് മെറീന പറഞ്ഞതിന് പിന്നാലെ ഒപ്പമുണ്ടായിരുന്ന ഷൈൻ ടോം ചാക്കോ അത് ഏത് നടനാണെന്ന് വെളിപ്പെടുത്തണമെന്നും പുരുഷന്മാരെ ഒന്നടങ്കം ആക്ഷേപിക്കരുതെന്നും ആവശ്യപ്പെട്ടു. ഒപ്പമുണ്ടായിരുന്ന നടൻ തനിക്ക് അദ്ദേഹത്തിൻ്റെ കാരവാൻ നൽകിയെന്നും എന്നാൽ അദ്ദേഹത്തിൻ്റെ പേര് വലിച്ചിഴയ്ക്കാൻ താല്പര്യമില്ലാത്തതുകൊണ്ടാണ് പേര് പറയാത്തതെന്നും മെറീന പറഞ്ഞു. പക്ഷേ ഷൈൻ ക്ഷുഭിതനായതോടെ മറുത്തു സംസാരിക്കാതെ മെറീന അഭിമുഖത്തിൽ നിന്നും ഇറങ്ങിപ്പോവുകയായിരുന്നു.